നൽകിയത്. പാമ്പ് കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഈ കടിയേറ്റെന്ന സംശയത്തിൽ ആശുപത്രിയിൽ എത്തുന്നവർക്കെല്ലാം ആന്റിവെനം നൽകാൻ കഴിയുമോ? പാമ്പ് കടിച്ചു എന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ശ്രാവണകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. നമ്മുടെ നാട്ടിലുള്ള പാമ്പുകളിൽ 80% വിഷമില്ലാത്തവയാണ്. ഉള്ളതിൽ ശംഖുവരയൻ, മൂർഖൻ, അണലി തുടങ്ങിയവ സാധാരണ കാണുന്നത്. ശംഖുവരയന്റെയും മൂർഖന്റെയും വിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു. അണലിയുടേത് രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയെ ബാധിക്കുന്നു. പാമ്പ് കടിയേറ്റാൽ എന്തു ചെയ്യണം? ശാന്തമായി പരിഭ്രമിക്കാതെ ഇരിക്കുക എന്നത് ഏറ്റവും പ്രധാനം. പേടിച്ചാൽ അഡ്രിനാലിൻ ഹോർമോൺ ശരീരം കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. വിഷം വേഗത്തിൽ പടരും. അനാവശ്യ ചലനം ഒഴിവാക്കണം. കടിയേറ്റ ഭാഗം പരമാവധി അനക്കാതിരിക്കണം. കടിയേറ്റ ആളെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രക്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കണം. കഴിവതും വേഗം ആന്റിവെനമുള്ള ആശുപത്രിയിൽ എത്തിക്കണം. താലൂക്ക് ആശുപത്രി തലം മുതൽ ആന്റിവെനം ലഭ്യമാണ്. ഇലാസ്റ്റിക് ബാൻഡേജ് കൊണ്ട് കടിയേറ്റ ഭാഗത്ത് കെട്ടിവെക്കാം. കയറും മറ്റും കൊണ്ട് മുറിവിന് മുകൾ ഭാഗത്ത് അമിതമായി മുറുക്കി കെട്ടേണ്ടതില്ല. മുറിവ് വൃത്തിയാക്കരുത്. കൂടുതൽ മുറിവുണ്ടാക്കി രക്തം കളയാൻ നോക്കരുത്. ഐസോ, ചായപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ കനൽക്കട്ടയോ പോലുള്ള വസ്തുക്കൾ മുറിവിൽ വെക്കരുത്. ആശുപത്രിയിൽ എത്തിച്ചാൽ ചികിത്സ എങ്ങനെയാണ്? ആന്റിവെനം നൽകുന്നത് എപ്പോഴാണ്? 2 കാര്യങ്ങൾ നോക്കിയാണ് ആന്റിവെനം നൽകാൻ ഡോക്ടർമാർ തീരുമാനമെടുക്കുന്നത്. കടിച്ച പാമ്പിനെ കണ്ടെന്നുറപ്പിച്ചാലും ലക്ഷണങ്ങൾ നോക്കിയും. പാമ്പുകടിയേറ്റെന്ന സംശയത്തിലെത്തുന്നവരിൽ പാമ്പുകടി ഏൽക്കാത്തവരുണ്ടാകാം. അതല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ടും വിഷമുള്ളിൽ ചെല്ലാത്തവരുമുണ്ടാകാം. ഇവിടെ ലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനം. ഏതുതരം പാമ്പാണെങ്കിലും കടിയുടെ മുറിവ് 2 പല്ല് ആഴ്ന്നിറങ്ങിയതുപോലെയാണ്. ഇര പിടിക്കും മുമ്പാണ് പാമ്പ് കടിച്ചതെങ്കിൽ വിഷം ശരീരത്തിനുള്ളിലേക്ക് നന്നായി കയറും. ഇര വിഴുങ്ങിയ ശേഷമെങ്കിൽ കാര്യമായി കയറില്ല. പാമ്പ് വിഷം ഉള്ളിൽ ചെന്നതിന്റെ ഗുരുതര ലക്ഷണങ്ങൾ ഇവയാണ്: കണ്ണ് തുറക്കാൻ കഴിയാത്ത അവസ്ഥ, കാഴ്ചക്കുറവ്, ഉമിനീരിറക്കാൻ കഴിയാത്ത അവസ്ഥ, തല നേരെ നിർത്താൻ കഴിയാത്ത സ്ഥിതി, രക്തസ്രാവം, കറുത്ത നിറത്തിൽ മൂത്രം പോകൽ തുടങ്ങിയവ. ആശുപത്രിയിലെത്തിച്ചാൽ രോഗിയുടെ ശ്വാസനിലയും രക്തസമ്മർദ്ദവും നിരീക്ഷിക്കും. രക്തം പരിശോധിക്കും. രക്തപരിശോധന കൊണ്ട് മാത്രം പാമ്പ് കടിയേറ്റെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. രക്തം കട്ടപിടിക്കാൻ വൈകുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അണലി പോലെ രക്തധമനികളെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റാലാണ് പരിശോധന കൃത്യമാവുക. നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന മൂർഖൻ പോലുള്ളവയുടെ കടിയേറ്റതെങ്കിൽ വ്യക്തമാകണമെന്നില്ല. ലാബ് പരിശോധനകളെക്കാൾ ലക്ഷണങ്ങളാണ് പലപ്പോഴും നിർണായകമാവുക. ജീവൻ രക്ഷിക്കുന്ന ഏക മരുന്നെങ്കിലും കാര്യമായ ലക്ഷണങ്ങളില്ലെങ്കിൽ ആന്റിവെനം നൽകുന്നതും എളുപ്പമല്ല. ശക്തമായ അലർജി ഉണ്ടാകാം. ഗുരുതര പ്രത്യാഘാതവും ഉണ്ടായേക്കാം. എന്നാൽ പാമ്പ് കടിയേറ്റെന്ന ലക്ഷണങ്ങൾ കണ്ടാൽ അതിവേഗം